നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 10 വെള്ളിയാഴ്ചയാണ്. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സ് ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. സൗജന്യമായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ കമന്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ വിപണികളിലേക്ക് വരാം. ഇന്നലെ പോസിറ്റീവിലാണ് ഇന്ത്യൻ വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. 25,181 135 പോയിന്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്തു. ഇന്നലെ Q2 റിസൾട്ടുകൾ ആരംഭിച്ചിരുന്നു. TCSന്റെ റിസൾട്ട് തന്നെയാണ് ഇന്നലെ ആദ്യം പുറത്തു വന്നത്. അറ്റ ലാഭം 12,075 കോടി രൂപയിലെത്തി. അതായത് കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ 5.4% ഇടിവാണ് അറ്റ ലാഭത്തിൽ കണ്ടിരിക്കുന്നത്. വരുമാനം 65,799 കോടി രൂപയിലെത്തി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 3.7% വർധനവാണ് വരുമാനത്തിൽ വന്നിരിക്കുന്നത്. പ്രവർത്തന മാർജിനിൽ 25.8% വർധനവാണ് വന്നിരിക്കുന്നത്. അതായത് 70 ബേസിസ് പോയിന്റ്സിന്റെ ക്വാർട്ടർ ടു ക്വാർട്ടറിലുള്ള വർധനവാണ് വന്നിരിക്കുന്നത്. എബിറ്റയായി പുറത്തു വന്നിരിക്കുന്നത് 17,978 കോടി രൂപയാണ്. 6.5% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നിരിക്കുന്നു. ഇനി AI ഡാറ്റാ സെന്റർ വിപുലീകരണം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ എടുത്തു കാണുന്നത്. ഒരു സോവറിൻ AI ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്നതിനായി ഒരു സബ്സിഡറി വഴി TCS ഡാറ്റാ സെന്റർ ബിസിനസ്സിൽ പ്രവേശിക്കും. ഇനി മാനേജ്മെന്റിന്റെ കമന്ററിയിലേക്ക് വന്നാൽ പ്രൊജക്ട് കാലതാമസം കുറയുന്നതിനാൽ 2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി മികച്ച വളർച്ചയാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അത് പോസിറ്റീവായി തന്നെ കാണാം. ഏതായാലും US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം വളരെ നല്ലതായിട്ട് തന്നെയാണ് ഇന്നലെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിനൊക്കെ TCSൽ സാധ്യത കാണുന്നുണ്ട്. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നും തന്നെയല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയിലേക്ക് വരാം. ഇന്ത്യ UK പ്രതിരോധ കരാറുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. $800 ബില്യൺ വിലമതിക്കുന്ന 2 പ്രതിരോധ കരാറുകൾ ഇന്ത്യയും UKയും ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇന്ത്യക്ക് ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനുള്ള $470 മില്യൺ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. വൈദ്യുതോർജ്ജമുള്ള നാവിക എഞ്ചിനുകൾക്കുള്ള സഹകരണത്തിനുള്ള $335 മില്യൺ കരാറിലും ഒപ്പുവെച്ചു. കൂടാതെ സൈനിക പരിശീലന സഹകരണത്തിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ബെൽ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEML, മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ടാറ്റ, LXI, HCL ടെക്നോളജീസ്, ഡിക്സോൺ ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകളും ഫോക്കസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് വരാം. ഇന്ത്യയിലുടനീളം 10,000 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള 25 ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ കേന്ദ്രം നിർമ്മിക്കുന്നു. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് ഇൻഫ്രാ റോഡ് കമ്പനികളാണ്. ലാർസൺ ആൻഡ് ടുബ്രോ, അതായത് L&T, IRB ഇൻഫ്രാ ഡെവലപ്പേഴ്സ്, PNC ഇൻഫ്രാടെക്, HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികളും കുറച്ച് സെക്ടറുകളുമാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് പറഞ്ഞു പോയത്. ഇത് ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ സ്റ്റോക്കുകളുടെ പേരൊക്കെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US മാർക്കറ്റുകൾ ഒരിക്കൽ കൂടി ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.52% ഇടിഞ്ഞു. S&P 500 0.28% ഇടിഞ്ഞു. നാസ്ഡാക്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. US നിന്നും പ്രധാനപ്പെട്ട എക്കണോമിക് ഡാറ്റകളൊന്നും പുറത്തു വരുന്നില്ല. US എക്കോണമിയുടെ അടച്ചുപൂട്ടലുമൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു തരത്തിലുള്ള എക്കണോമിക് ഡാറ്റകളും ഇപ്പോൾ പുതുതായി പുറത്തു വരുന്നില്ല. കൂടാതെ തേർഡ് ക്വാർട്ടർ ഏർണിംഗ്സ് പുറത്തു വരാനിരിക്കുകയാണ്. അതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇന്നലെ US വിപണികൾ ഇടിഞ്ഞത്. US ഗവൺമെന്റ് ഷട്ട്ഡൗൺ ഇപ്പോൾ 9ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. S&P 500 ഇന്നലെ സെക്ടറുകളിൽ മെറ്റീരിയൽസ് ആണ് കൂടുതൽ ഇടിവുണ്ടാക്കിയത്. കൺസ്യൂമർ സ്റ്റാപ്പിൾസ് സ്വല്പം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇന്ന് ഏഷ്യൻ വിപണികൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.69% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.27% ഇടിവിലും, ഹോങ്കോങ് മാർക്കറ്റ് 0.95% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് മാത്രമാണ് 1.5% പോസിറ്റിവിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,254 എന്ന നിലയിൽ 6 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 15 മുതൽ 20 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് $4,000 താഴെയായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെയായിരുന്നു. 91,040 എന്ന നിലയിലായിരുന്നു പവന് വിലയുണ്ടായിരുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിനിൽ ഒരു ചെറിയ ഇടിവാണ് കാണുന്നത്. $121,000 ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ക്രൂഡ് പ്രൈസുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനോടനുബന്ധിച്ച് ഇന്നലെ ഏകദേശം 1.5% മുകളിൽ ഇടിഞ്ഞാണ് ബ്രന്റും WTIയും ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര്: എലിക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി,
ഇൻഡോ സോളാർ, വാരി എനർജി ടെക്നോളജീസ്, യാഷ് ഹൈ വോൾട്ടേജ്, GK എനർജി, ഹാത്വേ തുടങ്ങിയ കമ്പനികളാണ്. പുറത്തു വന്ന റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ LXI നെറ്റ് പ്രോഫിറ്റിൽ 32.5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 154.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3.9% ഇടിവ് വന്നിരിക്കുന്നു. അതർ ഇൻകത്തിൽ 24% ഇടിവും വന്നിരിക്കുന്നു. അടുത്ത 5 പൈസ ക്യാപിറ്റലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 56.7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.4% ഇടിവാണ് വന്നിരിക്കുന്നത്. 77.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം എഫ്കോൺസ് ഇൻഫ്ര എന്ന കമ്പനി 756 കോടി രൂപയുടെ സിവിൽ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. അടുത്ത ലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന കമ്പനിയാണ്. അടുത്ത തലമുറ നിരീക്ഷണ UAVകൾ നിർമ്മിക്കുന്നതിനായി ഫ്ലൈ ഫോക്കസുമായി, അതായത് പോളണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിന്ന് ലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് വർക്കുമായി ഒരു പങ്കാളിത്തത്തിൽ ഈ കമ്പനി ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്ത NTPC ഗ്രീൻ എനർജി എന്ന കമ്പനി ഗുജറാത്ത് സർക്കാരുമായി 15 ജിഗാവാട്ട് സോളാർ പ്ലസ് കാറ്റാടി പദ്ധതികൾ വികസിപ്പിക്കുന്നതിനായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഗുജറാത്ത് സർക്കാരുമായി ഒപ്പുവെച്ചു കഴിഞ്ഞു. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. അടുത്ത റെയിൽടെല്ലാണ്. നെറ്റ്വർക്ക് പിന്തുണയ്ക്കായി കർണാടക സർക്കാരിൽ നിന്ന് 18.22 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇന്നും F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 1308 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 864 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS തുടർച്ചയായിട്ടുള്ള 3ാമത്തെ ദിവസമാണ് ബൈയിങ്ങിലേക്ക് വരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 25,181 136 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. ഇന്നലെ ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ആയിട്ടുള്ളത്. ബുധനാഴ്ചത്തെ ആ ഒരു റെഡ് ക്യാൻഡിലിന് താഴെയായി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കോഷ്യസ് ആയി ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിന് താഴെ ക്ലോസിംഗ് ഒന്നും വെച്ചില്ല. നിഫ്റ്റി ഇപ്പോൾ 25,200 മുതൽ 25,250 വരെയുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ ഒരു സോണിനുള്ളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തെ സ്വിംഗ് ഹൈ ആയിട്ടുള്ള 25,154 മുകളിലായി ക്ലോസിംഗ് വെക്കാൻ സാധിച്ചു എന്നത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടാതെ നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടും ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡ് ലെവലിന് മുകളിലായിട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,200 സ്ട്രൈക്കിൽ 130% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 17% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. 25,150 സ്ട്രൈക്കിൽ 148% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 46% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. 25,250 സ്ട്രൈക്കിലും സ്ഥിതി വ്യത്യസ്തമല്ല. 136% വർധനവ് തന്നെയാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 10% ഇടിവ്, ഒരു ഷോർട്ട് കവറിങ്ങും കാണുന്നുണ്ട്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമാണെന്നും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുമാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,150ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,192 174 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസായി ഇന്നലെ നമ്മൾ പറഞ്ഞ 56,120 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 57,130 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത് 55,900 മുതൽ 55,800 വരെയുള്ള സോണാണ്. അപ്സൈഡിൽ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത് 56,400 മുതൽ 56,500 വരെയുള്ള സോണുമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.